ഇത് നോർമൽ ചെക്കപ്പ് അല്ലേ? അതെ, ഇത് എല്ലാ ആഴ്ചയും ചെയ്യുന്നതാണെന്നാ ഞാൻ കേട്ടത്. ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന്, കുറഞ്ഞതിനെയും 100 വർഷമെങ്കിലും ജീവിക്കുമെന്ന്. വീരനായ ഞാൻ പപ്പയുടെ ബോഡിക്കുള്ളിൽ കിടക്കാൻ പോകുന്നു. ഓഹോ, അവന്റെ ഒരു സന്തോഷം നോക്കിക്കേ, എന്റെ മോനെ. ഇതെന്താ ഇത്? അറിയില്ല, ചിലപ്പോ ഇതായിരിക്കും ഇദ്ദേഹത്തിന് ബ്രെയിൻ നിൽക്കാനുള്ള കാരണം. ഇത് മാറ്റിയാൽ ചിലപ്പോ ഇദ്ദേഹത്തിന് ബോധം വരുമായിരിക്കാം. പക്ഷെ ബ്രെയിന് സെൻട്രൽ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഐ എം സോറി. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണ്ട. നിങ്ങൾ ലോകത്തിലെ ബെസ്റ്റ് ഡോക്ടേഴ്സ് അല്ലേ? പിന്നെ എന്തുകൊണ്ട് പപ്പയെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? എനിക്ക് ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതാരാ? ഇത് ഡോക്ടർ ഷിൻസോ മോദായിയാണ്, ഓബോ ക്വാണ്ടം ഫിസിക്സ് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ. ഒരുപാട് റിസർച്ചിന് ശേഷം സാധനങ്ങൾ എന്തും ചെറുതാക്കാനുള്ള ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നൊരു ആനയെ വെച്ച് ചെയ്ത എക്സ്പെരിമെന്റാണ്. കൊള്ളും, ഇത് ഉറപ്പായിട്ടും ഏതോ വ്യാജ ജാലവിദ്യയാണ്. ഓബോ കുടുംബത്തിന്റെ സയന്റിസ്റ്റ് അത്ര ടോപ്പൊന്നും അല്ല. അത് കാര്യം എന്താന്ന് വെച്ചാ, വർഷങ്ങൾക്ക് മുൻപ് ഓബോ കുടുംബത്തിനൊരു മിറോക്കോ വിഭാഗം ഉണ്ടായിരുന്നു. അതായത് പഴയ കാലത്തെ ഡോക്ടറും നഴ്സും വൈദ്യ വിഭാഗവും അവരായിരുന്നു. മിറോക്കോ ഗ്രൂപ്പോ? പറയപ്പെടുന്നത് അവര് മരുന്നുകൊണ്ടല്ല ചികിത്സിക്കുന്നത്, മന്ത്രവാദം ഉപയോഗിച്ചാണത്രേ. അവർക്ക് സ്വയം ചെറുതാവാൻ കഴിയുമായിരുന്നു, എന്നിട്ട് രോഗിയുടെ ഉള്ളിൽ കടന്ന് ചികിത്സ നടത്തുമായിരുന്നു. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് അവരെല്ലാവരും